ഉണ്ണിയമ്മേ കുമ്പടി വന്നു. നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. എന്താടോ കാര്യം? വാട്ട് ഇസ് ദ റീസൺ? ശ്രീ PMR ഷോ കണ്ടു കാണുമെന്തോ ശിവനെ. അഴിമതി ആരോപണത്തിൽ നിന്ന് പിന്നോട്ട് പോയോ എന്നുള്ളതാണ് അങ്ങ് ജ്യോതികുമാർ ചാമക്കാലയോട് ചോദിച്ച ചോദ്യം. ഇന്നലെയും ഇന്നും നിയമസഭയിൽ ഈ അഴിമതിയുടെ കാര്യങ്ങൾ മുൻ പ്രതിപക്ഷ നേതാവ് അടക്കം ഉന്നയിക്കുന്നത് നമ്മൾ എല്ലാവരും കേട്ടതാണ്. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പിന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് ഉന്നയിക്കുന്ന ഒരു കാര്യം. പിന്നെ BJPയുടെ പ്രതിനിധിയും കോൺഗ്രസിന്റെ പ്രതിനിധിയും കൃത്യമായി ചോദിക്കുന്ന ഒരു കാര്യം, പാലക്കാട്ടെ ജലദൗർലഭ്യവുമായി ബന്ധപ്പെട്ട് സമരങ്ങൾ നടത്തിയിട്ടുള്ള, പ്ലാച്ചിമടയിലടക്കം സമരങ്ങൾ നടത്തിയിട്ടുള്ള CPM, മലമ്പുഴയിൽ VS അച്യുതാനന്ദൻ തന്നെ ഈ പറയുന്ന കാര്യം, ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. 2018 വരുന്ന സമയത്ത് അദ്ദേഹം എതിർത്തിട്ടുണ്ട് എന്നുള്ളിടത്ത് എങ്ങനെയാണ് ഇതുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നത് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. അതിന് മറുപടിക്ക് ശേഷം അടുത്ത ചോദ്യം. ഉത്തരം പറ. അല്ല, അതിലേക്ക് വരാം. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് രാവിലെയും അല്ല ഇന്ന് വൈകുന്നേരം ചർച്ചയ്ക്ക് വരുന്നതിന് തൊട്ട് മുൻപ് ബാക്കി പറ. ശ്രീ ജ്യോതികുമാർ ചാമക്കാല തിരുവനന്തപുരം നഗരത്തിലുള്ള എല്ലാ AA ക്യാമറയുടെയും മുകളിൽ യൂത്ത് കോൺഗ്രസ്സുകാരും യൂത്ത് ലീഗുകാരും വെച്ച കൊട്ട മുഴുവൻ തിരിച്ച് പറക്കിയെടുത്ത് നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. PCC ആസ്ഥാനത്ത് തിരികെ ഏൽപ്പിച്ചതിന് ശേഷമാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വന്നിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിനകത്ത് നിങ്ങൾ പിന്നോട്ട് പോയ ഡസൺ കണക്കിന് ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരി കേട്ടോ. നിങ്ങൾ കൊട്ട തിരിച്ച് KPCC ആസ്ഥാനത്ത് എത്തിച്ചതിന് ശേഷം തന്നെയാണ് അങ്ങനെ ഇവിടെ എത്തിയത് എന്ന് ഞാൻ കരുതാണ്. നിങ്ങൾ പുറകോട്ട് ഒരു ആക്സിഡന്റ് കേസിനുള്ള യോഗ കൊത്തു വന്നിട്ട് പോയാ പുറകോട്ട് പോയ നൂറുകണക്കിന് വിഷയങ്ങളാണ് ഞാൻ ഇല്ലേ അല്ലേ? ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. അല്ലെ കേരളയിലെ കുറ്റി കുറ്റികൾ എവിടെ? കുറ്റി എവിടെ കൊണ്ടുപോയി? എവിടെ സ്പ്രിംഗ്ലറിന്റെ കൊട്ട തിരിച്ചു കൊണ്ടുപോയി KPCC ആസ്ഥാനത്ത് വെച്ചതിന് ശേഷം തന്നെ ആയിരിക്കുമല്ലോ അങ്ങ് ഇവിടെ വന്നിട്ടുള്ളത്. എവിടെയാ കേരളയിൽ അല്ലേ? എവിടെ നിങ്ങളെ കൊട്ട എവിടെ? എവിടെ കൊട്ടയും പട്ടിയൊക്കെ എവിടെ? എവിടെ കൊട്ട എവിടെ? KPCC ആസ്ഥാനത്ത് തിരിച്ചേൽപ്പിച്ചു. ആഞ്ജനേയ സ്വാമി രാവിലെ പോയി കൃത്യമായി ക്യാമറയ്ക്ക് മുകളിൽ കൊട്ടയിടാൻ ക്യാമറയുമായി ബന്ധപ്പെട്ട തർക്കവും വേണ്ട. ഞങ്ങൾ ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ശരി, മനസ്സിലല്ലേ? ഇപ്പൊ ഇവൻ പറയട്ടെ, നീ കേക്ക്. ഇപ്പൊ ഇവന്റെ സമയം. കുറച്ച് കഴിയുമ്പോ നീ കേക്ക്, ഇവൻ പറയട്ടെ, അപ്പൊ നിന്റെ സമയം. ഞാൻ വാ തുറന്നിട്ടില്ലല്ലോ. ഇങ്ങനെ ചോദിച്ചാൽ തിരിച്ച് ഇതുപോലെ തന്നെ ഇതൊക്കെ മേളിൽ കയറുമ്പോ മതി, എന്റെ അടുത്ത് വേണ്ട. മനസ്സിലായോ? എന്താ ഇത് രാവിലെ ഒലിപ്പിച്ചു തുടങ്ങിയോ? ഇതൊക്കെ അവരോടൊക്കെ മതി, എന്റെ അടുത്തൊന്നും വേണ്ട. മനസ്സിലായില്ലേ? വ്യക്തിപരമായി തന്നെ പറയും. വ്യക്തിപരമായ ആക്ഷേപം പാടില്ല. വ്യക്തിപരമായ ആക്ഷേപം പാടില്ലെങ്കിൽ നിന്റെ കുടുംബത്തെ ആക്ഷേപിക്കടാ. ആ അഭ്യാസമൊന്നും വേണ്ട. അത്തരക്കാരനൊന്നും അല്ല ഞാൻ. ദൈവമേ, ഇത് രണ്ട് കക്ഷികൾക്കും ചേർത്ത് ഒറ്റ വിധിയാണെന്നാണ് തോന്നുന്നത്. ഇതൊരു നടക്ക് പോണ മാതിരില്ല. ഇവിടെ ഒരു വിഷയത്തിൽ അധിഷ്ഠിതമായ ചർച്ചയാണ്. അവരെ മുലഭ്യം പറയുന്നത് ഞങ്ങൾ കണ്ടതാ. അങ്ങോട്ട് വരണ്ട. എവിടെ? ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. അത് വേണ്ട, ഇങ്ങോട്ട് വരണ്ട. ക്യാമ്പിൽ പോയി പറഞ്ഞാൽ മതി. അങ്ങനെ ഇത്
ഒരു മാറ്റവും ഇല്ലല്ലോ. ഈ നാട് മുഴുവൻ കേട്ടത്. ഇതൊരു വിഷയത്തിലുള്ള സുധാകരൻ സതീശനെ വിളിച്ചു. ഈ നാട് മുഴുവൻ കേട്ടത്. വിഷയത്തിലുള്ള ഈ നാട് മുഴുവൻ ചർച്ചയാണ്. കേട്ടത്. ഈശ്വര ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. നാട് മുഴുവൻ കേട്ടത്. കേട്ടോ, സുധാകരൻ സതീശനെ വിളിച്ചത് ഈ നാട് മുഴുവൻ കേട്ടതാ. സുധാകരനൊന്നും ഞങ്ങളാരും വിളിച്ചിട്ടില്ല. സുധാകരൻ വിളിച്ചത് നമ്മളൊക്കെ കേട്ടതാ. അതെ, അതെ, അതെ. ഒരു മിനിറ്റ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. നേതാക്കന്മാർ നിങ്ങളുടെ പാർട്ടിയിലുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോകുന്നു. സുധാകരൻ വിളിച്ചായിരിക്കും സുധാകരൻ വിളിച്ചായിരിക്കും ഇവിടെ പറയാൻ കൊള്ളത്തില്ല സാറേ. അല്ലല്ല, ഞാൻ പറയാം. ഞാൻ പറയത്തില്ല. എന്നോട് പറയാൻ വേണ്ട. ഇതൊന്ന് നിർത്തോ, ഇതൊന്ന് അവസാനിപ്പിക്കോ. നിനക്ക് പറ്റൂലേ കളഞ്ഞിട്ട് പോടേ. കൊറേ സമയമായിട്ട് കളിയാക്കണ്. ഈ ചാനൽ ചർച്ച എന്തും പറയാമല്ലോ. കൈ വെച്ചിരുന്നാ മതി, വേറെ ആളിനെ നോക്കിയാൽ മതി. ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. അതൊക്കെ കൈ വെച്ചിരുന്നാ മതി. സുധാകരന്റെ രഞ്ജത്തുകാരെന്ന് വനിതാ നേതാവിന്റെ ഞങ്ങൾ കണ്ടതാ പരസ്യമായിട്ട്. വീട്ടിൽ പോയി പറഞ്ഞാൽ മുല്ലഭയം വിളിക്കുന്നത് ഞങ്ങൾ കണ്ടതാ. നിഷേധിക്കാൻ കഴിയുമോ? നിഷേധിക്കാൻ കഴിയുമോ? പറഞ്ഞിട്ടില്ല. ജനങ്ങൾക്കറിയാം. ഞാൻ താങ്കൾ എന്നെ വ്യക്തിപരമായി പറഞ്ഞാൽ ഞാൻ പറയും. ഞാൻ പറയും. ഒരു തർക്കം വേണ്ട. ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ. അങ്ങനെ ഒന്നും കീഴടക്കുന്നവരല്ല ഞാൻ. വേറെ ആളെ നോക്കിയാൽ മതി. അവസാനിപ്പിക്കാൻ ആ വാശം കൊണ്ട് ഇങ്ങോട്ട് വരണ്ട. അതെ, എടുത്ത് വേണ്ട. എന്നെ ചോദിച്ചാൽ ഞാൻ ചോദിക്കും. ഇതേതാണ്ട് എലിക്കണിയിൽ സൂനവെട്ടതുപോലെ സൂനവെട്ട എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. നിങ്ങൾ ചോദിച്ചോ, ഇത് നിർത്തും. വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. ആർഷോ, മതി 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 മതി, പറഞ്ഞു പൂർത്തിയാക്കും. ഞാൻ സംസാരിക്കും. സംസാരിക്കുമ്പോ സഭ്യമായി സംസാരിക്കണം. സഭ്യമായി സംസാരിക്കണം. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. ഇല്ലെങ്കിൽ തിരിച്ചു പറയും. പറയാനാ ഞാൻ വന്നിരിക്കുന്നത്. എന്നെ സംസാരിക്കാൻ തൽക്കാലം നിങ്ങൾ പഠിപ്പിക്കണ്ട. അതെ, അതെ. നിങ്ങളുടെ പക്ഷേ എന്നെ കുറിച്ച് പറഞ്ഞാൽ കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്നാ തോന്നുന്നു. എന്നെ കുറിച്ച് പറഞ്ഞാൽ കേട്ടുകൊണ്ടിരിക്കുമെന്ന് ആശോ കരുതുകയും ചെയ്യരുത്. കരുതരുത്. എന്നെ കുറിച്ച് പറഞ്ഞാൽ ആശോ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓഫീസിൽ വന്നിട്ട് ട്യൂഷൻ ക്ലാസ്സിൽ ഇരിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ട്യൂഷൻ ക്ലാസ്സിൽ പോയിട്ടില്ല. ക്ലാസ്സിലേ പോയിട്ടില്ല. പിന്നെ ട്യൂഷൻ ക്ലാസ്സിൽ പോകുന്നത്. ക്ലാസ്സിൽ കയറാൻ അറ്റൻഷൻ കിട്ടുന്നവരല്ലേ ട്യൂഷൻ ക്ലാസ്സിൽ പോകുന്നത്. വേറെ പണി ക്ലാസ് എടുക്കരുത്. അതെ, അതെ. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. മര്യാദ സംസാരിക്കണം കേട്ടോ. ഒന്ന് അവസാനിപ്പിക്കണം. ചർച്ചയുടെ അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഒട്ട ചോദിച്ചാൽ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഒരു തർക്കവും വേണ്ട. എന്റെ അവസരത്തിൽ എന്റെ അവസരത്തിലാണെന്ന് പറഞ്ഞ എന്തും പറയാമെന്നൊന്നും കരുതി കളയരുത്. എന്റെ അവസരത്തിൽ എന്തും പറയാമെന്നൊന്നും കരുതി കളയരുത്. ഒരു അങ്ങനെ കേട്ടോണ്ട് പോയില്ല. ആള് മാറിപ്പോയി. അല്ല, നിങ്ങളുടെ അവസരത്തിൽ നിങ്ങൾ എന്താ ചോദിച്ചത്? എന്ത് ചോദിച്ചു? പറയൂ, കേൾക്കട്ടെ. ഞാൻ താങ്കൾ പറയൂ. നിങ്ങൾക്ക് ആൾ മാറിപ്പോയി. എന്താ പറയൂ, കേൾക്കട്ടെ. പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അല്ല, ഈ കൊട്ട എന്താ അസഭ്യാണോ? കൊട്ട എവിടെയാണോ? എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഞാനത് ചോദിക്കരുതായിരുന്നു. ഇപ്പോ സമാധാനപരമായിട്ട് ഇത് തീരില്ല. സമാധാനപരമല്ലാത്ത വഴി കയ്യിലുണ്ടോ? നിങ്ങൾ കേരളയിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ട്. അത് തന്നെയാ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ സമരമല്ലേ? അതൊക്കെ വേറെ ആളിനെ നോക്കി സമരം നടത്തിയ സമരമല്ലേ? മിണ്ടാണ്ടിരുന്നോട്ടോ, കുത്തിക്കളയും ഞാൻ.
ഒന്ന് നിർത്തുവോ? അല്ല, നിങ്ങൾ നടത്തിയ സമരമല്ലേ? നിങ്ങൾ അത് അവസാനം അസഭ്യമായിരുന്നോ? പറഞ്ഞു കഴിഞ്ഞല്ലോ ശ്രീ. അത് അശ്ലീലമാണെന്നാണ് അഭിപ്രായം. അല്ല, നിങ്ങൾ ശരി. നിങ്ങൾ പോലീസിനെ കൊണ്ട് കേരളയിൽ കുഴിച്ചിട്ടല്ലോ, കേരളയിലെ കുറ്റി. എന്നിട്ട് എന്തിനാ ചോദിച്ചത്? നീ അറിഞ്ഞ ഞാൻ പെട്ടു. എന്തിയാ അല്ല, കുറ്റികൾ? നിങ്ങൾക്ക് എന്താ, നിങ്ങൾ കൊട്ട വെച്ചതിനെ കുറിച്ച് പറയുമ്പോ നിങ്ങൾക്ക് എന്താ കുറ്റിയെ കുറിച്ച് ചോദിക്കാൻ തോന്നുന്നേ? പ്രേക്ഷകരോട് ക്ഷമിക്കണം, ഒരു ചർച്ച കാര്യക്ഷമമായി പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഞാനത് പരമാവധി ശ്രമിച്ചു. എല്ലാം നിന്റെ വിധിയാണെന്ന് കരുതി സമാധാനിക്കണം. പക്ഷേ ഈ പറയുന്നത് പോലെ നിയന്ത്രിക്കാൻ ശ്രമിക്കാനേ കഴിയുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് അല്ലല്ല. ചർച്ച കഴിഞ്ഞു. അല്ലല്ല, അത് ശരിയല്ല. അത് ഉളുപ്പുണ്ടടാ ചക്കണക്ക്. രാഷ്ട്രീയ ഈ പറയുന്ന CPM-ന്റെയും കോൺഗ്രസിന്റെയും പ്രതികളെ അയക്കുന്ന ഒരു ഏകജാലക സംവിധാനമുണ്ട് ഇവിടെ. അപ്പോൾ അവർക്കിത് പരിഗണിക്കാവുന്നതാണ്. നിയമസഭയിൽ ഉന്നയിക്കപ്പെട്ട ഒരു വിഷയത്തിൽ കാര്യക്ഷമമായ ഒരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള നിലയ്ക്കാണ് നമ്മളുടെ എല്ലാവരുടെയും വിലപ്പെട്ട പ്രേക്ഷകരുടെയും വിലപ്പെട്ട സമയം നമ്മൾ എടുത്ത് ഇങ്ങനെ ഒരു കാര്യം കൊണ്ടുപോകുന്നത്. അത് കൃത്യമായി അവസാനിപ്പിക്കാൻ കഴിയുക എന്നാൽ പ്രേക്ഷകർ ക്ഷമിക്കുക. വിഷമിക്കാതിരിക്കും. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നത് ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.